ഇപ്പോൾ വരുന്ന വാർത്തയിലേക്കാണ്. ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ നായരുടെ തിരച്ചിൽ നാളെ പുനരാരംഭിക്കും. കർണാടക സർക്കാരും കാർവാർ എം.എൽ.എ സതീഷ് കൃഷ്ണ സൈലും ഇക്കാര്യം അറിയിച്ചതായി എം.കെ. രാഘവൻ എം.പി പറഞ്ഞു. മിഥില ബാലൻ കോഴിക്കോട് ചേർന്നു. മിഥില, ഇന്നലെ പുനരാരംഭിക്കുമെന്നാണ് അറിയിച്ചത്. എന്നാൽ നാളെ ഉണ്ടാകുമെന്ന് പിന്നീട് ഈശ്വർ മാൽപ്പെ പറഞ്ഞു. പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായില്ല. ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരണം ഉണ്ടാകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സുഹൈൽ, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ അർജുന്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ട് വലിയൊരു അവ്യക്തതയും ആശങ്കയും എല്ലാം തന്നെ ഇന്ന് പകൽ മുഴുനീളം ഉണ്ടായിരുന്നു. ആ ഒരു ആശങ്കയ്ക്കും അവ്യക്തതയ്ക്കും ഒക്കെയാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് നാളെ തിരച്ചിൽ പുനരാരംഭിക്കും എന്ന അറിയിപ്പ് എം.കെ. രാഘവൻ എം.പിക്ക് കർണാടക സർക്കാരും ഒപ്പം തന്നെ കാർവാർ എം.എൽ.എയും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ രണ്ട് വൃത്തങ്ങളുമായി എം.കെ. രാഘവൻ എം.പി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, അർജുൻ്റെ സഹോദരൻ അർജുൻ്റെ കുടുംബമെല്ലാം ഇന്ന് പറഞ്ഞത് വി.ഡി. സതീശൻ ഇന്ന് അവിടെ വീട്ടിൽ സന്ദർശിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞത് ഇക്കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്, കൃത്യമായൊരു അറിയിപ്പ് ഈ ഒരു സർക്കാരിൻ്റെ ഭാഗത്തും ലഭ്യമാകുന്നില്ല. ആ സമയത്ത് വി.ഡി. സതീശനും പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഒരു നടപടി എന്നോണമാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. എന്തുതന്നെയായാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നാളെ അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കർണാടക സർക്കാർ എം.കെ. രാഘവൻ എം.പിയെ അറിയിച്ചിട്ടുള്ളത്. സുഹൈൽ, ഈ മിഷൻ പുനരാരംഭിക്കുമെന്ന് പറയുമ്പോൾ ഈശ്വർ മാൽപ്പെ എത്തുമെന്ന് ഇന്നലെ തന്നെ അറിയിച്ചതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് റഡാർ സംവിധാനത്തിന്റെ ആവശ്യമുണ്ട്. ഈ പുഴയിലെ മൺകൂനയിലാണെന്നാണ് അന്ന് സംശയം പ്രകടിപ്പിച്ചത്. അങ്ങനെ അത് ഏത് പോയിന്റ് കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന നടക്കുമുള്ള വിവരങ്ങൾ ലഭ്യമാണോ? ഈ ഘട്ടത്തിൽ സൈന്യം എത്തുമോ? അത്തരം കാര്യങ്ങളൊന്നും തന്നെ എം പിയുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. സാധ്യമായ എല്ലാം, അർജുനെ കണ്ടെത്താനുള്ള സാധ്യമായ എല്ലാ തിരച്ചിലും അവിടെ നടത്തും എന്ന ഒരു അറിയിപ്പാണ് കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും എം.എൽ.എയുടെ ഭാഗത്തുനിന്നും എം.കെ. രാഘവൻ എം.പിക്ക് ലഭിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ഈശ്വർ മാൽപ്പെ അവിടെ എത്തും, സ്വമേധയാ താൻ തെരച്ചിൽ നടത്തുമെന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതി ഇതിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അക്കാര്യത്തിലാണ് ഏത് തരത്തിലായിരിക്കും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും ഈ ഈശ്വർ മാൽപ്പയുടെ കാര്യത്തിൽ ഉണ്ടാവുക എന്നതെല്ലാം നാളെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തുതന്നെയായാലും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് സർക്കാരിൻ്റെ ഔദ്യോഗിക ഭാഗത്തുനിന്നുള്ള ഒരു അറിയിപ്പാണ് ഇക്കാര്യത്തിൽ വന്നിട്ടുള്ളത്. എന്തുതന്നെയായാലും നാളെ തിരച്ചിൽ ഈ ഗംഗാവാലി പുഴയിൽ പുനരാരംഭിക്കും എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത് എം.കെ. രാഘവൻ എം.പി ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. അർജുനായുള്ള തിരച്ചിൽ നാളെ ഉണ്ടാകും എന്ന ഔദ്യോഗിക അറിയിപ്പ് ഉണ്ടായിരിക്കുന്നു. പക്ഷെ അതിന്റെ ആക്ഷൻ പ്ലാൻ എങ്ങനെയായിരിക്കും തിരച്ചിൽ നടക്കുമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തതയില്ല.